ഷാഫിക്ക് അടുത്ത കറി ഉണ്ടാക്കാൻ പോകുന്നത് വരാപ്പുഴ സ്റ്റൈലില് ഉണ്ടാക്കുന്ന മീൻ തിളപ്പിച്ചതെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അത് ഫ്രഷ് മീൻ കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് നമ്മളത് മീൻ തിളപ്പിച്ചതെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതാണ് അടുത്ത ഐറ്റം ചെയ്യാൻ പോകുന്നത് ഷാഫിക്ക്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ക്രോഡിന് പോയപ്പോ അവിടെ എന്താ പറയുക 2 മണിക്കൂർ മുമ്പ് ഈത്തൂർ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് ചെറിയ ഫ്രഷ് പൊടി മീനാണിത്. അത് ആണ് നമ്മൾ മീൻ തിളപ്പിക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, വേപ്പില, നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ഉണ്ട് ഇതില്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കുടംപുളി ഒന്നും ഇടാറില്ല ഇതില്. ആദ്യം പിന്നെ നമുക്ക് എണ്ണ, വിനാഗിരി, ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ മുളക് പൊടി ചേർക്കാറില്ല. ഇത് മുളക് പൊടി ചേർക്കാതെ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ഉണ്ടാക്കി ചെയ്യുന്നതാണിത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ ഇത് കറിച്ചട്ടി തന്നെ ഉണ്ടാക്കിയാലും നല്ലത്. ഇപ്പൊ നമുക്ക് കറിച്ചട്ടി ആകെ പറഞ്ഞ ഈ ഫ്ലാറ്റിലുള്ളൂ. അത് കാരണം നമ്മള് വേറൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും ചേർക്കാം. പച്ചമുളകും വേപ്പിലയും ഉള്ളി നന്നായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. നമ്മുടെ മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇടുക. ഇതില് നമ്മൾ മറ്റു മീനുകൾക്ക് കുടംപുളിയാണ് ഇട്ടത്. ഇതില് തക്കാളിയാണ് ഇടുന്നത്. നമ്മുടെ വൈറ്റിംഗ് ഭാഗത്തൊക്കെ എമർജൻസി പറയുന്നത് മീൻ തിളപ്പിക്കുക അല്ലെങ്കിൽ മീൻ കൊതപ്പിക്കുക എന്ന് പറയുന്നത്. വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. നല്ലോണം വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറിയ മീൻ കഷ്ണങ്ങൾ ഇടാം.
ഇനി നമുക്ക് മീൻ കുറച്ചു നേരം മൂടി വെച്ച് കഴിക്കാം. നമ്മൾ മീൻ ഏകദേശം വെന്തിട്ടുണ്ടാവണം, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിക്ക് വാങ്ങാം.